ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് മാങ്ങഞ്ചി കൊണ്ടുള്ളൊരു അച്ചാറാണ്. മാങ്ങഞ്ചി കാണാനായിട്ട് നമുക്ക് സാധാ ഇഞ്ചി പോലെ തന്നെയാണ്. എന്നാൽ സാധാ ഇഞ്ചി നമുക്ക് വെറുതെ കഴിക്കാനായിട്ട് അത്ര ടേസ്റ്റി അല്ല. പക്ഷെ മാങ്ങഞ്ചി നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മാങ്ങഞ്ചി വെച്ചിട്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാർ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. ഇനി നമുക്ക് അച്ചാറിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം മാങ്ങഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങഞ്ചി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളി കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് മാങ്ങഞ്ചി മാത്രമായിട്ട് ഇടാം. അല്ലെങ്കിൽ മാങ്ങഞ്ചിയുടെ ഒപ്പം കുറച്ച് മാങ്ങ കൂടെ അരിഞ്ഞ് ചേർത്തിട്ട് ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങഞ്ചി ഞാൻ തൊലി കളഞ്ഞിട്ട് റൗണ്ടിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയുടെ ഷേപ്പിൽ നീളത്തിൽ നിങ്ങൾക്ക് അരിഞ്ഞിട്ട് ചേർക്കാം. വെളുത്തുള്ളി ഞാനൊരു 200 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുത്തതാണ്. അതിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് മാറാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് എണ്ണയിലൊന്ന് വാട്ടിയെടുത്താലും മതി. അപ്പോൾ ആ ഒരു കുത്തൽ മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കൂടാതെ കുറച്ച് വെളുത്തുള്ളി ചതച്ച് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 15 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾ മാങ്ങഞ്ചി മാത്രമായിട്ടാണ് അച്ചാറിടുന്നതെങ്കിൽ കുറച്ചും കൂടെ അധികം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 8 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. ഇതൊരു 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1.5 ടീസ്പൂൺ സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തതാണ്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉലുവയും കടുകും കൂടിയിട്ട് വറുത്ത് പൊടിച്ചതാണ്. ഇത് നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. ഒരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സോർക്കയും നല്ലെണ്ണയും പാകത്തിന് ഉപ്പും കൂടെയാണ്. ഇനി നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കാം. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളിയും പച്ചമുളകും ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ മൂപ്പ് കൂടാനും പാടില്ല. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. എപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇപ്പം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി ഓപ്ഷണലാണ്. നല്ലൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തതാണ്. അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ലോ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ അളവ് നിങ്ങൾ പാകത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങഞ്ചിയും കൂടെ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിൽ വേറെ അച്ചാർ പൊടിയോ കായപ്പൊടിയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. മാങ്ങഞ്ചിക്ക് തന്നെ നല്ലൊരു ഫ്ലേവറാണ്. അതിൻ്റെ പേര് പോലെ തന്നെ മാങ്ങയുടെയും ഇഞ്ചിയുടെയും രണ്ടിൻ്റെയും ഫ്ലേവർ വരുന്നുണ്ട്. പിന്നെ മാങ്ങയുടെ നല്ലൊരു സ്മെല്ല് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോർക്ക ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ച് തന്നെ ചേർക്കണുള്ളൂ. ഒരു 1/2 കപ്പിലും കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സോർക്കയുടെ അളവ് എത്രയാണോ ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇടയിൽ ഇളക്കി കൊടുക്കുക. ഈ സോർക്കൊക്കെ ഒന്ന് തിളച്ചിട്ട് വരണം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിൽ ആഡ് ചെയ്യാനുള്ളത് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ഉലുവയും കടുകും കൂടെ ചേർത്ത് കൊടുക്കുക.
ഇതെല്ലായിടത്തേക്കും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മാങ്ങഞ്ചി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാങ്ങഞ്ചി അച്ചാർ മാത്രമല്ല, ചമ്മന്തിയിലും പുളിഞ്ചിയിലും ഒക്കെ ചേർക്കാറുണ്ട്. മാങ്ങഞ്ചി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അച്ചാർ ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കി ഞങ്ങളെ ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയായി കാണുന്നത് വരെ ബൈ. താങ്ക് യു.